ഇങ്ങോട്ട് വരുമോ എനിക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണല്ലേ? ദേ മിണ്ടരുതമ്മ, മിണ്ടാതിരുന്നോണം. മോളെ നീ പോയി കഥ കടക്ക്. അവിടെ ഇരിക്കേ. എങ്ങോട്ടാ ഈ പോന്നെ? അവിടെ ഇരിക്കാൻ. ഇങ്ങോട്ട് നടക്കമ്മേ. ഇപ്പൊ കൊള്ളാം. അങ്ങനെ മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീയായി. അയ്യോ, സുനിൽ എൻ്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പ്രസാദ് ജയിലിലായാൽ അതിന്റെ മാനക്കേട് എനിക്ക് കൂടിയാ. നമ്മുടെ നാട്ടിൽ അടുത്ത ബന്ധുക്കൾ ഈ രീതിയിൽ ചിന്തിക്കുന്നില്ല. സ്നേഹിക്കുന്ന ആങ്ങളയ്ക്കൊരു തകർച്ച വരുമ്പോ ഗൂഢമായി ആഹ്ലാദിക്കുന്ന പെങ്ങന്മാരുടെ ധാരാളം ഉണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അങ്ങനല്ല. പ്രസാദിന്റെ അമ്മയ്ക്ക് പെമ്മക്കളില്ല. അപ്പൊ ആരാണ് പ്രസാദിന്റെ പെങ്ങൾ? കോമളം തന്നെ. അപ്പോ പ്രസാദ് എന്റെ ഫ്രണ്ട് മാത്രമല്ല, ഭാര്യയുടെ ആങ്ങള കൂടിയാണ്. സുശീല വല്യമ്മയാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഓടിയിടുന്നത്. അമ്മയാണെങ്കിൽ സുശീല വല്യമ്മയെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഈ അനുഭവങ്ങൾ എന്നെ ആകെ മാറ്റിമറിക്കും. സുനിൽ കണ്ടോ? ഇത്രയൊക്കെ ആയിട്ട് മാറുന്നില്ലെങ്കിൽ പിന്നെ നീ മനുഷ്യനാണോ? അമ്മ വേദോതി വേദോതി എന്നെ അച്ഛനിൽ നിന്ന് അകറ്റി. പിന്നെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് അമ്മയും ഞാൻ ശത്രുക്കളായി. ഒരേ വീട്ടിൽ അന്യരെ പോലെ അമ്മയും ഞാൻ അകന്നു കഴിയുകയാണ്. ഞാൻ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും? ഇമ പൂട്ടാതെ കണ്ണ് തുറന്നു വെച്ച് നോക്കണം. മക്കളായ കുറ്റവാളികളെ എല്ലാ കേസുകളിലും വെറുതെ വിടുന്ന ജഡ്ജിമാരല്ലേ അമ്മമാര്. സരോജ കുഞ്ഞമ്മ അമ്മയുടെ കൂടെ വീട്ടിൽ വന്ന് കാണും. നീ എൻ്റെ കൂടെ വാ. എൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് ഒരു സത്യം കൂടി ഞാൻ പറയാം. എൻ്റെ മഹാമനസ്കത കൊണ്ടൊന്നുമല്ല നിനക്ക് വേണ്ടി ഞാൻ ജാമ്യം നിന്നത്. എൻ്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴാണ് നാം ബന്ധങ്ങളുടെ വിലയറിയുക. അത് ശരിയാ. സുനിൽ, എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണണം. ഇത്രയൊക്കെ ചെയ്തെന്ന സുനിൽ ഇക്കാര്യത്തിൽ കൂടി എന്നെ സഹായിക്കണം. പ്രസാദിന് മോളെ മാത്രം കണ്ടാൽ മതിയോ? പ്രഭയെ കാണണ്ടേ? സുനിൽ എന്നെ പരിഹസിക്കുമെന്ന് കരുതിയാണ് ഞാൻ പ്രഭയുടെ കാര്യം പറയാതിരുന്നത്. പ്രസാദിന്റെ അച്ഛനും പ്രഭയുടെ അച്ഛനും ഇപ്പൊ പ്രഭയോടൊപ്പമാണ് താമസിക്കുന്നത്. പ്രഭയുടെ മനസ്സിന്റെ നന്മയല്ലേ അത് കാണിക്കുന്നത്? പ്രഭ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എനിക്കറിഞ്ഞൂടാ. അവൾ എന്ത് പറഞ്ഞാലും എങ്ങനെ പെരുമാറിയാലും നീ അത് അംഗീകരിച്ചേ മതിയോ. കാരണം ദാമ്പത്യം എന്ന കോടതിയിൽ നീ പ്രതിയും പ്രഭ വാദിയുമാണ്. നമുക്കിപ്പോ തന്നെ പ്രഭയുടെ വീട്ടിലേക്ക് പോയാലോ? ഇപ്പൊ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. സരോജ കുഞ്ഞമ്മ എന്റെ അമ്മയുടെ കൂടെ ഇപ്പൊ വീട്ടിലെത്തി കാണാം. പ്രഭയെ കാണാൻ സരോജ കുഞ്ഞമ്മ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. വരൂ. ചെയ്തതല്ല അബദ്ധം. എന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കഴിഞ്ഞുപോയ ദിവസങ്ങളെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്തു തീർക്കും? നമ്മൾ ചെയ്ത തെറ്റുകളും മറ്റുള്ളവർ ചെയ്ത തെറ്റുകളും മറക്കുക. ശരികൾ മാത്രം ഓർക്കുക. എങ്കിൽ മാത്രമേ മനഃശാന്തി ലഭിക്കൂ. പ്രസാദിന്റെ അച്ഛൻ എനിക്ക് മാപ്പ് തരുമോ? എന്റെ ബാഗിൽ നിന്ന് 2500 രൂപ എടുത്ത് പ്രഭയ്ക്ക് സാരി സ്വീറ്റ്സും വാങ്ങിക്കൊടുത്തതിന് ഞാൻ ആ പാവത്തിനെ ഒരന്തലേക്ക് പിടിച്ചു തള്ളി വാതിലടച്ചത്. സരോജം, ഇതാ പിന്നെയും പഴയ കഥകൾ തന്നെ പറയുന്നു. അതെല്ലാം മറന്നേക്കൂ. വരൂ. ഇവിടെ ഇരിക്കാൻ.
പ്രസാദേ, നിന്റെ അമ്മയോട് മാപ്പ് ചോദിക്കാനല്ലേ നീ ഇപ്പൊ എൻ്റെ കൂടെ വന്നത്? നിങ്ങൾ അമ്മയും മകനും ഇങ്ങനെ മോഹം കുനിച്ചിരുന്ന അങ്ങനെ? ഒരു സിനിമാ പാട്ട് എവിടെയോ കേട്ടത് ഓർമ്മ വരുന്നു. ജനിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങൾ, സ്നേഹിച്ച് വളരുമ്പോൾ വെറും മൃഗങ്ങൾ. എത്ര സത്യം! ജനിക്കുന്ന സമയത്ത് ഏതു കുഞ്ഞും ഈശ്വരൻ തന്നെയാണ്. വളർന്നു വരുംതോറും അവനിലെ സത്വഗുണം മാറുകയും രജോ ഗുണവും തമോ ഗുണവും കൂടിക്കലരുകയും ചെയ്യുന്നു. പ്രസാദ് കുഞ്ഞായിരുന്നപ്പോ അവനെ കാണാതെ 1 മണിക്കൂറെങ്കിലും ഇരിക്കാൻ സരോജത്തിന് കഴിയുമായിരുന്നോ? അതുപോലെ പ്രസാദ് അമ്മയുടെ സാരത്തുമ്പിൽ നിന്ന് കൈയെടുത്തിട്ടുണ്ടോ? എന്നിട്ടിപ്പോ എന്റെ പണം നിന്റെ പണം, നിന്റെ ബിസിനസ് എന്റെ ബിസിനസ് എന്നിങ്ങനെ ഒന്നായിരിക്കേണ്ടതിനെ രണ്ടായി കാണുന്നു. സരോജ, എന്താ ഇത്? കരയാതെ. പ്രസാദേ, എന്റെ മോനെ, പ്രസാദ് പ്രഭയും കുഞ്ഞിനെയും കാണാൻ പോകുന്നു. സരോജ കുഞ്ഞമ്മ കൂടി വന്നാൽ നന്നായിരുന്നു. ആദ്യം പ്രസാദ് പോയി പ്രഭയെ കാണട്ടെ. പ്രഭയുടെ അച്ഛനും ഇപ്പൊ അവിടെ ഉണ്ടല്ലോ. ഞാൻ പിന്നീട് തനിച്ചു പോയിക്കോളാം. എനിക്ക് പ്രസാദിന്റെ അച്ഛനെ കാണണം. ഇതൊരു നല്ല ദിവസമാണ്. നിറഞ്ഞ മനസ്സോടെ ഞാൻ നാളെ മൂകാംബികയുടെ അടുത്തേക്ക് പോകും. എങ്കിൽ ഇപ്രാവശ്യം ഞാനും കോമളും അമ്മയുടെ കൂടെ വരും. അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇപ്പൊ അവക്ക് യാത്ര ചെയ്യാൻ പാടില്ല. സരോജ അറിഞ്ഞില്ലല്ലോ? ഇല്ല. കോമളം 3 മാസം ഗർഭിണിയാണ്. മോളെ ഉറങ്ങേ. വാവൂ വാവൂ വാവൂ. അതെ, നീ ആദ്യം ആ മാല എടുത്ത് അകത്തിട. വരൂ. മോളെ, സുല്ലും പ്രസാദും ഒരുമിച്ച് വരുന്നുണ്ട്. അച്ഛൻ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരണ്ട. ഞാൻ അവരോട് സംസാരിച്ചോളാം. മോളെ, ദേ അച്ഛനൊന്നും പറയണ്ട. വാവൂ. സുനിൽ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ? അതെ, പ്രസാദിന്റെ കേസ് സംബന്ധിച്ച് കുറച്ച് അലയേണ്ടി വന്നു. പ്രസാദിനും സരോജ കുഞ്ഞമ്മയ്ക്കും ജാമ്യം കിട്ടി. പ്രസാദ് പ്രഭയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഏത് വീട്ടിലേക്ക്? അതെന്ത് ചോദ്യ പ്രഭേ? കഴിഞ്ഞതെല്ലാം മറന്ന് പ്രസാദ് പ്രഭയെ തേടി ഇവിടെ വരുമ്പോ അകത്ത് കയറി ഇരിക്കാനെങ്കിലും പറയണ്ടേ? സുനിലിനോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. പക്ഷേ
സുനിലിന്റെ കൂടെ വന്നിരിക്കുന്ന ആളിനെ എനിക്കൊട്ടും പരിചയമില്ല. പ്രഭേ, അന്യരെ ഞാൻ എന്റെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിക്കാറില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. എന്റെ പ്രാർത്ഥന മോൾ അച്ഛനില്ലാത്ത കുട്ടിയാണ്. ഞാനാണ് അവളുടെ അച്ഛൻ. അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മറന്ന് നീയും കുഞ്ഞും നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കണം. നമ്മുടെ വീടോ? അങ്ങനെ ഒരു വീടുള്ള കാര്യം എനിക്കറിയില്ല. പ്രഭേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹവുമായി ചേർന്ന് അബ്കാരി ബിസിനസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സുനിൽ എന്നോട് ക്ഷമിക്കണം. സുനിൽ, ഞാൻ എത്രമാത്രം താഴ്ന്നു കൊടുത്തു. മാപ്പ് ചോദിക്കാൻ തയ്യാറായി. അവളുടെ വാടക വീട്ടിൽ വന്നു. എന്നിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും വരുന്നില്ലല്ലോ. പ്രഭ ഇപ്പൊ കാണിച്ച വികാരത്തിന്റെ പേര് അഹങ്കാരമെന്നല്ല, അഭിമാനമെന്ന. പ്രസാദ് എന്താണ് പറഞ്ഞത്? പ്രസാദ് പ്രഭയുടെ മുമ്പിൽ ഒരുപാട് താന്നു കൊടുത്തെന്നോ? സബ് ജയിലിൽ നിന്നല്ലേ പ്രസാദ് ഇപ്പൊ വരുന്നത്? ജയിലിനേക്കാൾ താഴെയാണോ പ്രഭയുടെ ഈ വാടക വീട്? എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ പോയി. അമ്മയ്ക്ക് അവളെ കാണാനും കയ്യിലെടുക്കാനുള്ള ഭാഗ്യമെങ്കിലും ഉണ്ടായി. പ്രസാദ് സ്വന്തം കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച ഭാഗ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഓർക്കണം. പ്രഭയുടെ ഹൃദയത്തിൽ നീ ഏൽപ്പിച്ച മുറിവ് ആഴമേറിയതാ. അതുണങ്ങാൻ കാലതാമസം ഉണ്ടാവും. അതുവരെ പ്രസാദ് കാത്തിരുന്നേ മതിയാവും. കരോ. ഇത്രയും വേണമായിരുന്നോ മോളെ? അച്ഛൻ ഇങ്ങനെ ചോദിക്കൂ. അച്ഛനും പുരുഷനല്ലേ? ഈ കുഞ്ഞ് ഒരച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളരണല്ലോ എന്ന് ഓർക്കുമ്പോൾ അച്ഛന്റെ സ്നേഹം അവൾക്ക് രണ്ട് അപ്പൂപ്പന്മാരിൽ നിന്നും കിട്ടുന്നില്ലേ? എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. അപ്പൂപ്പന്മാരുടെ കാലം കഴിഞ്ഞ ഞാൻ മാത്രം മതി അവൾക്ക്.